ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ദശമോധ്യായം. ഇതിൽ ആ ഉത്തമൻ്റെ മരണവും ആ ധ്രുവൻ്റെ ആ യക്ഷവംശധ്വംസനം ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദശമോധ്യായഃ. മൈത്രേയ ഉവാച. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവ ഉപയേമേ ഭ്രമിം നാമ തൽസുതോ കൽപ്പവത്സരോ. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവ ഉപയേമേ ഭ്രമിം നാമ തൽസുതോ കൽപ്പവത്സരോ. ധ്രുവൻ ശിശുമാരൻ എന്ന ആ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ഭ്രമി എന്ന പേരോടുകൂടിയ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവരുടെ പുത്രരാണ് കൽപ്പനും വത്സരനും. അതാണ് ഇതിൽ പറയുന്നത്. പ്രജാപതേർ ദുഹിതരം, ആ പ്രജാപതിയുടെ പുത്രി. പ്രജാപതേർ ദുഹിതരം ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയെ ധ്രുവൻ ഉപയേമേ ഭ്രമിം, ഭ്രമി എന്ന പുത്രിയെ ആണ് ആ ധ്രുവൻ വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ചിട്ട് അവരുടെ തൽസുതവും, അവർക്ക് പുത്രന്മാരായിട്ട് കൽപ്പവത്സരവും, കൽപ്പനും വത്സരൻ എന്നും പേരായിട്ടുള്ള 2 പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത്. ഇതിലത്തെ പദങ്ങൾ ധ്രുവ വൈ, ധ്രുവനാകട്ടെ. ശിശുമാരസ്യ, ശിശുമാരൻ എന്ന പ്രജാപതേഹേ, ആ പ്രജാപതിയുടെ ദുഹിതരം പുത്രിയായിരിക്കുന്ന ഭ്രമിം നാമ, ഭ്രമി എന്ന് പേരോടുകൂടിയവളായിട്ടുള്ള ഉപയേമേ, അവളെ വിവാഹം കഴിച്ചു. തൽസുതൗ, അവരുടെ പുത്രന്മാരാണ് കൽപ്പവത്സരൗ, കൽപ്പൻ എന്നും വത്സരൻ എന്നും പേരുള്ള 2 പേര്. ഒന്നും കൂടി പറയാം. ധ്രുവഃ വൈ, ധ്രുവനാകട്ടെ. ശിശുമാരസ്യ, ശിശുമാരൻ എന്ന പ്രജാപതേഹേ, ആ പ്രജാപതിയുടെ ദുഹിതരം പുത്രിയായിരിക്കുന്ന ഭ്രമിം നാമ, ഭ്രമി എന്ന പേരോട് കൂടിയവളെ ഉപയേമേ വിവാഹം കഴിച്ചു. തൽസുതൗ, അവരുടെ പുത്രന്മാരാണ് കൽപ്പവത്സരൗ, കൽപ്പൻ എന്നും വത്സരൻ എന്നും പേരുള്ള 2 പേര്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ധ്രുവഃ വൈ ശിശുമാരസ്യ പ്രജാപതേഹേ ദുഹിതരം ഭ്രമിം നാമ ഉപയേമേ തൽസുതൗ കൽപ്പവത്സരൗ. ഇതുകൂടി പറയാം. ധ്രുവഃ വൈ ശിശുമാരസ്യ പ്രജാപതേഹേ ദുഹിതരം ഭ്രമിം നാമ ഉപയേമേ തൽസുതൗ കൽപ്പവത്സരൗ. ധ്രുവനാകട്ടെ, ആ ശിശുമാരൻ എന്ന ആ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ആ ഭ്രമി എന്നു പേരോടുകൂടിയവളെ വിവാഹം കഴിച്ചു. അവരുടെ പുത്രന്മാരാണ് കൽപ്പൻ, വത്സരൻ എന്നീ 2 പേര്. ഇതുകൂടി പറയാം. ധ്രുവനാകട്ടെ, ആ ശിശുമാരൻ എന്ന ആ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ഭ്രമി എന്നു പേരോടുകൂടിയവളെ വിവാഹം കഴിച്ചു. അവരുടെ പുത്രന്മാരാണ് കൽപ്പൻ, വത്സരൻ എന്നിവർ. ധ്രുവൻ ആ ശിശുമാര പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ഭ്രമി എന്ന കന്യകയെ വിവാഹം കഴിച്ചു. അവളിൽ കൽപ്പൻ, വത്സരൻ എന്ന 2 പുത്രന്മാരുണ്ടായി. മൈത്രേയൻ പറഞ്ഞു, ധ്രുവൻ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ ഭ്രമി എന്നു പേരായിരിക്കുന്ന പുത്രിയെ വിവാഹം ചെയ്ത് അവരുടെ പുത്രന്മാരായിട്ട് കൽപ്പനും വത്സരനും ജനിച്ചു. മൈത്രേയൻ പറയുകയാണ്, ശിശുമാരൻ എന്ന പ്രജാപതിയുടെ ഭ്രമി എന്നു പേരായ പുത്രിയെ ധ്രുവൻ വിവാഹം ചെയ്തു. കൽപ്പൻ, വത്സരൻ എന്നീ 2 പുത്രന്മാർ അവളിൽ ധ്രുവന് ഉണ്ടായി. അതാണ് ഇതിലത്തെ അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. നമ്മൾക്ക് അതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രജാപതേർ ദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ ഉപയേമേ ഭ്രമി നാമ
തൽസുതൗ കൽപ്പവത്സരവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദശമ അധ്യായത്തിൽ എന്താ പറയണത്? ഇവിടെ ദശമേ ഭ്രാതൃഹന്ത്രീണാം യക്ഷാണാം അകരോദ്ധവം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധവും അതുപോലെ ഉത്തമൻ്റെ മരണത്തെക്കുറിച്ചുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏവാളകാം ഗത്വാ തസ്യ വിക്രമ ഉച്യത്തെ. മൈത്രേയ ഉവാച ധ്രുവഃ ശിശുമാരസ്യ പ്രജാപതേർ ഭ്രമിം. ആ ധ്രുവൻ ശിശുമാരൻ എന്ന് പറയുന്ന ആ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ഭ്രമിം നാമ കന്യാം പുത്രിയെ പരിണീനായ കല്യാണം കഴിച്ചു. തൽസുതൗ അവരുടെ പുത്രന്മാരായിട്ട് കൽപ്പവത്സരാവാസ്താം കൽപ്പനും വത്സരനും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. മൈത്രേയ ഉവാച ധ്രുവഃ ശിശുമാരസ്യ പ്രജാപതേർ ഭ്രമിം. ആ ധ്രുവൻ ശിശുമാരൻ എന്ന് പറയപ്പെടുന്ന പ്രജാപതിയുടെ ഭ്രമിം എന്നു പേരായ ഭ്രമിം നാമ കന്യാം എന്നു പേരായ പുത്രിയെ പരിണിനായ കല്യാണം കഴിച്ചു. തൽസുതൗ അവരുടെ പുത്രന്മാരായിട്ട് കൽപ്പവത്സരാവാസ്താം കൽപ്പനും വത്സരനും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ പറയണത്. അപ്പോൾ ഒന്നുകൂടി പറയാം അതിലത്തെ ട്രാൻസ്ലേഷൻ. ധ്രുവഃ ശിശുമാരസ്യ പ്രജാപതേർ ഭ്രമിം നാമ കന്യാം പരിണിനായ തൽസുതൗ കൽപ്പവത്സരാവാസ്താം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇളായാം അപിഭാര്യായാം വായോഃ പുത്ര്യാം മഹാബലഃ പുത്രമുൽക്കലനാമാനാം യോഷിദ്രത്നമജീജനത്. ഇളായാം അപിഭാര്യായാം വായോഃ പുത്ര്യാം മഹാബലഃ പുത്രമുത്കലനാമാനാം യോഷിദ്രത്നമജീജനത്. മഹാബലഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലവാനായിരിക്കുന്ന ധ്രുവൻ വായുവിൻ്റെ മകളായിരിക്കുന്ന ഇള എന്നവളെ എന്ന ഒരു ഭാര്യ കൂടിയുണ്ട്. ആ ഭാര്യയിൽ ഉത്കലൻ എന്നു പേരായിട്ടുള്ളൊരു പുത്രനെയും ഒരു പുത്രിയുണ്ട്. യോഷിത് രത്നം ഒരു കന്യാരത്നത്തെയും ജനിപ്പിച്ചു. യോഷിത് രത്നം എന്നേ പറയുന്നുണ്ട്, പേര് പറയുന്നില്ല. യോഷിത് രത്നം ഒരു അപ്പോൾ ഈ ധ്രുവനാകട്ടെ മഹാബലവാനായിരിക്കുന്ന ധ്രുവനാകട്ടെ വായുവിൻ്റെ പുത്രിയായിരിക്കുന്ന ഇളയെ ഭാര്യയായിട്ട് സ്വീകരിച്ച് അതിൽ വേറൊരു പുത്രൻ ഉത്കലൻ എന്ന പേരിലുള്ള പുത്രനും വേറൊരു പുത്രിയും ഉണ്ടായി. അജീജനെ ജനിപ്പിച്ചു. അപ്പോൾ യോഷിത് രത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഷിതാം രത്നം സ്ത്രീകളിൽ രത്നം മനോഹരമായ ആ കന്യാരത്നം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മനോഹരി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധ്രുവൻ ആ വായുവിൻ്റെ പുത്രിയായിരിക്കണ ഇള എന്ന കന്യകയെ വിവാഹം കഴിച്ചു. അവളിൽ ഉൽക്കലൻ എന്ന പുത്രനും ഒരു മനോഹരിയായിട്ടുള്ള പുത്രിയും ഉണ്ടായി എന്ന് മാത്രമേ ഇതിൽ പറയൂ. ഇളായാം അപി ഭാര്യായാം വായോ പുത്രിയാം മഹാബല പുത്രമുത്കലനാമാനാം യോഷിദ്രത്നം അജീജനത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ മഹാബലവാനായിരിക്കുന്ന ധ്രുവൻ, വായോഹോ വായുവിൻ്റെ പുത്രിയ മകളായിരിക്കുന്ന ഇളായാം ഇള എന്ന ഭാര്യായാം അപി ആ ഭാര്യയിൽ ഉത്കലനാമാനാം പുത്രം ഉത്കലൻ എന്നു പേരായിട്ടുള്ള പുത്രനെയും യോഷിദ്രത്നം അപി ഒരു കന്യാരത്നത്തെയും അജീജനത് ജനിപ്പിച്ചു. എന്നുകൂടി പറയാം. ബലവാനായിരിക്കുന്ന ധ്രുവൻ വായോഹോ വായുവിൻ്റെ പുത്രിയാം മകളായിരിക്കുന്ന ഇളായാം ഇള എന്ന ഭാര്യായാം അപി ആ ഭാര്യയിൽ
ഉത്കലനാമാനാം പുത്രം ഉത്കലൻ എന്നു പേരായിട്ടുള്ള പുത്രനെയും യോഷിദ്രത്നം അപി ഒരു കന്യാരത്നത്തെയും അജീജനൽ ജനിപ്പിച്ചു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അന്വയം വന്നിട്ട് മഹാബലഃ വായോഹോ പുത്രിയാം ഇളായാം ഭാര്യായാം അപി ഉത്കലനാമാനാം പുത്രം യോഷിദ്രത്നം അപി അജീജനത്. എന്നുകൂടി പറയാം. മഹാബലഃ വായോഹോ പുത്രിയാം ഇളായാം ഭാര്യായാം അപി ഉത്കലനാമാനാം പുത്രം യോഷിദ്രത്നം അപി അജീജനത്. മഹാബലവാനായിരിക്കുന്ന ധ്രുവൻ വായുവിൻ്റെ മകളായിരിക്കുന്ന ഇളയെന്ന ആ ഭാര്യയിൽ ഉത്കലൻ നാമാനം ഉത്കലൻ എന്നു പേരായിട്ടുള്ള പുത്രനെയും ഒരു കന്യാരത്നത്തെയും ജനിപ്പിച്ചു ഉള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മഹാനായിരിക്കുന്ന അദ്ദേഹം വായുവിൻ്റെ പുത്രിയും തൻ്റെ പത്നിയുമായ ഇള എന്ന സ്ത്രീയിൽ ഉത്കലൻ എന്ന പുത്രനെയും വിശിഷ്ടയായിരിക്കുന്ന ഒരു പുത്രിയെയും ജനിപ്പിച്ചു. ഇവിടെ വായുവിൻ്റെ പുത്രിയായ ഇളയെന്നു പേരായിരിക്കുന്ന രണ്ടാമത്തെ ഭാര്യയിലും ധ്രുവൻ ഒരു പുത്രനുണ്ടായി. അവൻ സ്ത്രീകളുടെ മനസ്സിനെ വശീകരിക്കുവാൻ തക്ക സുന്ദരനും ഉത്കലൻ എന്ന പേരോടുകൂടിയവനും ആയിരുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ നമ്മൾക്ക് വ്യാഖ്യാനം നമുക്ക് വായിക്കാം. ദ്വിതീയായാം രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന വായോഹോ വായുവിൻ്റെ പുത്രിയായിരിക്കുന്ന ഇളായാം ഇളയുടെ ഉത്കലം പുത്രം ഉത്കലൻ എന്നു പേരായുള്ള പുത്രനെയും ജനയാമാസ ജനിപ്പിച്ചു. രണ്ടാമത്തെ ആ പത്നിയായിരിക്കുന്ന ആ ഇളയിൽ വായുവിൻ്റെ പുത്രിയായിരിക്കുന്ന ഇളയിൽ ആ ധ്രുവന് ഉത്കലൻ എന്നു പേരായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായെന്നർത്ഥം. ദ്വിതീയായാം വായോഹ പുത്രിയാം ഇളായാം ഉത്കലം പുത്രം ജനയാമാസ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായാം ബലീയസ ഹതഃ പുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിം ഗത. ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായാം ബലീയസ ഹതഃ പുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിം ഗത. ആ ഉത്തമൻ ആകട്ടെ വിവാഹം കഴിക്കാത്തവനായിരുന്നു. ആകൃതദ്വാഹൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവനായിരുന്നു. അങ്ങനെ പർവ്വതത്തിൽ വെച്ചിട്ട് നായാട്ടിൻ്റെ ഇടയ്ക്ക് നായാട്ടിനായിട്ട് പോയിട്ടുള്ളപ്പോൾ പർവ്വതത്തിൽ വെച്ചിട്ട് അതിശക്തനായിരിക്കുന്ന ഒരു യക്ഷനാൽ പുണ്യജനനെ യക്ഷനാൽ കൊല്ലപ്പെട്ടു. ഹതഃ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു. ബലീയസ ഹതഃ കൊല്ലപ്പെട്ടു. അവൻ്റെ മാതാവ് ഇവൻ്റെ അതേ ഗതിയെ മാതാവും അതുപോലെ മരിച്ചുപോയി. അതായത് സുരുചിയും ഇവന് ശേഷം മരിച്ചുപോയി എന്നർത്ഥം. എന്നുകൂടി പറയാം. ഉത്തമൻ ആകട്ടെ അകൃതോദ്വാഹ വിവാഹം കഴിക്കാത്തവനായിട്ട് അദ്രൗ പർവ്വതത്തിൽ വെച്ചിട്ട് മൃഗയായ നായാട്ടിനിടയ്ക്ക് ബലീയസ അതിശക്തനായിരിക്കുന്ന പുണ്യജനനെ ഒരു യക്ഷനാൽ ഹതഃ കൊല്ലപ്പെട്ടു. തന്മാതാ അവൻ്റെ മാതാവ് സുരുചി അസ്യ ഇവൻ്റെ ഗതിം ഗത ഇവൻ്റെ വഴിയെ അതേ ഗതി പ്രാപിച്ചു. ഇതുപോലെ മരിച്ചുപോയി എന്നർത്ഥം. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. ഉത്തമനാകട്ടെ അകൃതോദ്വാഹ വിവാഹം കഴിക്കാത്തവനായിട്ട് അദ്രൗ ആ പർവ്വതത്തിൽ വെച്ചിട്ട് മൃഗയായാം നായാട്ടിനിടയ്ക്ക് ബലീയസ അതിശക്തനായിരിക്കുന്ന പുണ്യജനനെ ഒരു യക്ഷനാൽ ഹതഃ കൊല്ലപ്പെട്ടു. തന്മാതാ അവൻ്റെ മാതാവ് അസ്യ ഇവൻ്റെ ഗതിം ഗത അതേ ഗതിയെ പ്രാപിച്ചു. അതിൽ തന്നെ വന്നിട്ട് ഉത്തമഃ അകൃതോദ്വാഹ അദ്രൗ മൃഗയായാം ബലീയസ പുണ്യജനനെ ഹതഃ തന്മാതാ അസ്യ ഗതിം ഗത. എന്നുകൂടി പറയാം. ഉത്തമഃ അകൃതോദ്വാഹ അദ്രൗ മൃഗയായാം ബലീയസ പുണ്യജനനെ ഹതഃ
തന്മാതാ അസ്യ ഗതിം ഗത. ഉത്തമനാകട്ടെ ആ വിവാഹം കഴിക്കാത്തവനായിട്ട് ആ പർവ്വതത്തിൽ വെച്ചിട്ട് നായാട്ടിനിടയ്ക്ക് ആ അതിശക്തനായിരിക്കുന്ന ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടു. അവൻ്റെ മാതാവ് ഇവൻ്റെ അതേ ഗതി പ്രാപിച്ചു എന്നർത്ഥം. അദ്രൗ എന്നിടത്ത് ആജൗ എന്നൊക്കെ പാഠഭേദമുണ്ട്. അപ്പോൾ ഉത്തമൻ ആകട്ടെ ആ വിവാഹം കഴിക്കാതെ ആ ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിച്ചുകൂട്ടി. അദ്ദേഹം ഒരിക്കൽ ആ നായാട്ടിന് പോയപ്പോൾ ബലവാനായിരിക്കുന്ന ഒരു യക്ഷനാൽ ഒരു കുന്നിന്മേൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടു. ഉത്തമൻ്റെ മാതാവായിരിക്കുന്ന സുരുചിയും കാട്ടുതീയിലകപ്പെട്ടിട്ടാണ് അവർ ആ കാലഗതി പ്രാപിക്കുന്നത്. പുണ്യജനം എന്നാൽ രാക്ഷസൻ, യക്ഷൻ എന്നെല്ലാം അർത്ഥം ആണ്. യാതുധാന പുണ്യജനോ എന്ന അമരവാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിപരീത ലക്ഷണം. ആ തത്വപ്രകാരം പുണ്യജനം എന്നതിന് പാപി എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇവിടെ യക്ഷൻ ആണ് അർത്ഥം. സുരുചി കാട്ടുതീയിൽ വെന്തു മരിക്കുമെന്ന് ഭഗവത് വചനം ഉണ്ട് 9-ാമത്തെ ആ അധ്യായത്തിൽ 23. അതോടെ ആ ഉത്തമൻ്റെ ശാഖ അവിടെ അസ്തമിക്കുകയാണ്. അപ്പോൾ അവിവാഹിതനായിരിക്കുന്ന ഉത്തമനാകട്ടെ ഹിമാലയ പർവ്വതത്തിൽ വെച്ചിട്ട് ഒരു നായാട്ടിൽ പ്രബലനായിരിക്കുന്ന ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മയായിരിക്കുന്ന സുരുചി പുത്രനെ അന്വേഷിച്ച് പുറപ്പെട്ട് മരണപ്പെട്ടു. അപ്പോൾ ഉത്തമൻ വിവാഹം ചെയ്തിരുന്നില്ല. ഒരു ദിവസം അവൻ നായാട്ടിന് പോയിരുന്നപ്പോൾ ബലിഷ്ഠനായിരിക്കുന്ന ഒരു യക്ഷൻ ഹിമപർവ്വതത്തിൽ വെച്ചിട്ട് ഉത്തമനെ ഹനിച്ചു. അവൻ്റെ അമ്മയായിരിക്കുന്ന സുരുചിയും അതുനിമിത്തം മരിച്ചു. അപ്പോൾ ഇവിടെ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറയണമെന്ന് നോക്കാം. അകൃത വിവാഹ, വിവാഹം കഴിക്കാത്ത ഉത്തമസ്തു, ആ ഉത്തമൻ ഹിമാദ്രൗ, ഒരു മലയിൽ വെച്ചിട്ട്, ഹിമവാൻ്റെ ഒരു മലയിൽ വെച്ചിട്ട് മൃഗയാർത്ഥം വേട്ട ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗതഹ പോയപ്പോൾ തത്ര അവിടെ യക്ഷേണ ഹതഃ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടു. ആകൃത വിവാഹ ഉത്തമസ്തു ഹിമാദ്രൗ മൃഗയാർത്ഥം ഗതഃ തത്ര യക്ഷേണ ഹതഃ. എന്നുകൂടി പറയാം. ആകൃത വിവാഹം കഴിക്കാത്ത ഉത്തമസ്തു ഉത്തമൻ ഹിമാദ്രൗ ആ ഹിമാദ്രിയിൽ വെച്ചിട്ട് മൃഗയാർത്ഥം വേട്ടയാടാൻ പോയ ഗതഃ സമയത്ത് തത്ര അവിടെ യക്ഷേണ ഒരു യക്ഷനാൽ ഹതഃ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 4-ാമത്തെ ശ്ലോകം. ധ്രുവോ ഭ്രാതൃവ്രതം ശ്രുത്വാ കോപാമർഷശുചാർപ്പിതഃ ജൈത്രം സ്യന്ദനമാസ്ഥായ ഗതഃ പുണ്യജനാലയം. ധ്രുവോ ഭ്രാതൃവ്രതം ശ്രുത്വാ, ധ്രുവൻ ആ ഭ്രാതാവിനെ കൊല്ലപ്പെട്ടതായിട്ട് കേട്ടിട്ടർത്ഥം. കോപാമർഷശുചാർപ്പിതഃ, കോപം കൊണ്ട് പ്രതികാരബുദ്ധി ഉണ്ടായി. അമർഷ ശുചാർപ്പിതഃ, പ്രതികാരബുദ്ധി ഉണ്ടായി. ജൈത്രം സ്യന്ദനമാസ്ഥായ, അങ്ങനെ ആ വ്യസനം കൊണ്ടിട്ട് അർപ്പിതമായി പ്രേരിതനായിട്ട് ഗതഃ പുണ്യജനാലയം, ആ വ്യസനം ഇവയാൽ പ്രേരിതനായിട്ട് ആ ജൈത്രം എന്ന രഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജൈത്രം സ്യന്ദനമാസ്ഥ, ജൈത്രം എന്ന പേരുള്ള ഇതിലാണ് വേട്ടയാടാൻ ധ്രുവൻ പോയിരുന്നത്. അപ്പോൾ ആ ധ്രുവൻ്റെ ആ രഥം ജൈത്രം എന്ന രഥത്തിലിരുന്നിട്ട് കയറിയിട്ട് ആ യക്ഷപുരിയിലേക്ക് പോയി. പുണ്യജനാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യക്ഷപുരിയിലേക്ക് ആ യക്ഷനെ കണ്ടുപിടിക്കാനായിട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചാർപ്പിതഃ ജൈത്രം സ്യന്ദനമാസ്ഥായ ഗതഃ പുണ്യജനാലയം. ഭ്രാതൃവധം എന്ന് പറഞ്ഞാൽ ഭ്രാതാവിനെ വധിച്ചതായിട്ടുള്ള ശ്രുത്വാ കേട്ടിട്ട് ധ്രുവഃ ആ ധ്രുവൻ കോപാമർഷശുച കോപം പ്രതികാരബുദ്ധി വ്യസനം ഇവയാൽ കോപം അമർഷം അശുച അശുച ശോചം അർത്ഥം കോപം പ്രതികാരബുദ്ധി വ്യസനം എന്നുള്ള അർത്ഥം. അർപ്പിത പ്രേരിതനായിട്ട് ജൈത്രം എന്ന സ്യന്ദനം രഥത്തിൽ ആസ്ഥായ കയറിയിട്ട് പുണ്യജനാലയം ആ യക്ഷപുരിയിലേക്ക് ഗതഃ പോയവനായി. എന്നുകൂടി പറയാത്ത പദങ്ങൾ ഭ്രാതൃവധം
ഭ്രാതാവിനെ വധിച്ചതായിട്ട് ശ്രുത്വ കേട്ടിട്ട് ധ്രുവ അധ്രുവൻ കോപാമർഷശുച കോപം പ്രതികാരബുദ്ധി വ്യസനം ഇവയാൽ അർപ്പിത പ്രേരിതനായിട്ട് ജൈത്രം എന്ന സ്യന്തനം രഥത്തിൽ ആസ്ഥായ കയറിയിട്ട് പുണ്യജനാലയം യക്ഷപുരിയിലേക്ക് ഗത പോയവൻ ആയി. അതിലത്തെ അന്വയം വന്നിട്ട് ഭ്രാതൃവധം ശ്രുത്വ ധ്രുവ കോപാമർഷശുച അർപ്പിത ജൈത്രഹസ്യന്തനം ആസ്ഥായ പുണ്യജനാലയം ഗതഃ. എന്നുകൂടി പറയാം. ഭ്രാതൃവധം ശ്രുത്വ ധ്രുവ കോപാമർഷശുച അർപ്പിത ജൈത്രം സ്യന്തനം ആസ്ഥായ പുണ്യജനാലയം ഗതഃ. അതായത് ഭ്രാതാവിനെ വധിച്ചതായിട്ട് ആ ധ്രുവൻ കേട്ടിട്ട് കോപം പ്രതികാരബുദ്ധി വ്യസനം ഇവയാൽ പ്രേരിതനായിട്ട് ആ ജൈത്രം എന്ന രഥത്തിൽ കയറിയിട്ട് യക്ഷപുരിയിലേക്ക് പോയവനായി. എന്നുകൂടി പറയാം. ഭ്രാതാവിനെ വധിച്ചതായിട്ട് കേട്ടിട്ട് ആ ധ്രുവൻ കോപം പ്രതികാരബുദ്ധി വ്യസനം ഇവയാൽ പ്രേരിതനായിട്ട് ആ ജൈത്രം എന്ന രഥത്തിൽ കയറിയിട്ട് ആ യക്ഷപുരിയിലേക്ക് പോയവൻ ആയി. ധ്രുവൻ ആ സഹോദരൻ്റെ വധത്തെ പറ്റി കേട്ടിട്ട് ശോക കോപ വ്യസനാദികളാൽ പീഡിതനായിട്ട് സർവത്ര ജയശീലം എന്ന പേരുള്ള ജൈത്രം എന്ന് പറയുന്നത് സർവത്ര ജയശീലം എന്ന പേരുള്ള തൻ്റെ തേരിൽ കയറിയിട്ട് ആ അളകയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ തൻ്റെ ആ ഭ്രാതാവായിരിക്കുന്ന ഉത്തമനെ യക്ഷൻ നിഗ്രഹിച്ചതായിട്ട് അറിഞ്ഞിട്ട് ധ്രുവന് അതിയായിരിക്കുന്ന കോപവും പ്രതികാരബുദ്ധിയും ദുഃഖവും ഉണ്ടായി. ഉടനെ ആ ജൈത്രം എന്നു പേരായിരിക്കുന്ന തൻ്റെ രഥത്തിൽ ആ യക്ഷൻ്റെ സങ്കേതത്തിലേക്ക് യാത്രയായി. അപ്പോൾ ഭ്രാതാവിനെ വധിച്ച വർത്തമാനം കേട്ടപ്പോൾ ദേഷ്യവും ക്ഷമകേടും ദുഃഖവും ഒന്നായി വന്നു ചേർന്ന ധ്രുവൻ ജൈത്രം എന്നു പേരായ തൻ്റെ തേരിൽ കയറിയിട്ട് ആ യക്ഷലോകത്തെ പ്രാപിച്ചു. അപ്പോൾ ഇവിടെ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് എന്താണെന്ന് നോക്കാം. തൻ മാതാപി തം മൃഗയന്തി തൻ്റെ മാതാവിൻ്റെ കൂടെ മൃഗയന്തി ദാവാഗ്നിന മൃത തൻ്റെ മാതാവും ആ നായാട്ടിലെ ദാവാഗ്നിന കാട്ടുതീയിൽപ്പെട്ടിട്ട് മൃത ഉത്തമൻ്റെ മാതാവും ആ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. തൻ മാതാപി തം മൃഗയന്തി ദാവാഗ്നിന മൃത. അത് കഴിഞ്ഞിട്ട് ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വ ആ ധ്രുവൻ ആ ഭ്രാതാവിൻ്റെ വധം കേട്ടിട്ട് ക്രോധത്താൽ യുക്തനായിട്ട് രഥമാസ്ഥായ രഥത്തിൽ കയറിയിട്ട് ഉത്തരദിശത്തിലേക്ക് പോയി. ഗത്വ അവിടെ യക്ഷഭൂതാദി വ്യാപ്താം അളകാം ദൃഷ്ട ഭൂതാദികൾ പാർക്കണ അളകം എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോകത്തെ ലോകത്തെ കണ്ടു എന്നർത്ഥം. അപ്പോൾ ധ്രുവോ അപ്പോൾ ഇവിടെ തന്മാതാപി തം മൃഗയന്തി ദാവാഗ്നിന മൃത അത് ഉത്തമൻ തൻ്റെ മാതാവും കൂടിയായിരുന്നു സൂര്യജി നായാട്ടിന് പോയ സമയത്ത് തന്നെ കാട്ടുതീയിൽപ്പെട്ടിട്ട് മരിച്ചു എന്നുള്ളതാണ്. ധ്രുവൻ ഭ്രാതൃവധം ശ്രുത്വ ഭ്രാതാവിൻ്റെ വധം കേട്ടിട്ട് ക്രോധയുക്തനായിട്ട് രഥമാസ്ഥായ രഥത്തിൽ കയറിയിട്ട് ഉത്തരദിശയിലേക്ക് ഗത്വ പോയിട്ട് യക്ഷഭൂതങ്ങൾ താമസിക്കുന്ന ദിവ്യാപ്താം അവരെല്ലാവരും താമസിക്കുന്ന അളക എന്ന സ്ഥലം അതിനെ അളകാപുരി യക്ഷപുരിയെ അവിടെ കണ്ടു എന്നർത്ഥം. അപ്പോൾ ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വ ക്രോധയുക്തോ രഥമാസ്ഥായ ഉത്തരദിശം ഗത്വ യക്ഷഭൂതദിവ്യാപ്താം അളകാം ദൃഷ്ട അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഗത്വോദീചീം ദിശം രാജ രുദ്രാനുചരസേവിതാം ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യക സംകുലാം. ഗത്വോദീചീം ദിശം രാജ രുദ്രാനുചരസേവിതാം ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യക സംകുലാം. അപ്പോൾ ധ്രുവ മഹാരാജാവ് ഉദീചീം ദിശം ഉത്തര വടക്കൻ ദിശയിലേക്ക് പോയിട്ട് ഗത്വ
അവിടെ ഹിമവദ്രോണ്യം, ആ ഹിമാലയ സാനുവിൽ രുദ്രാനുചരസേവിതം, ആ ശിവഭൂതങ്ങളാൽ സേവിക്കപ്പെടുന്ന ആശ്രിതൻ ആയിരിക്കുന്ന ആ ഗുഹ്യകന്മാർ നിറഞ്ഞിരിക്കുന്ന ഗുഹ്യക സംകുലം, ഗുഹ്യകന്മാർ നിറഞ്ഞിരിക്കുന്നതും ആയിരിക്കുന്ന ആ അളകാപുരിയെ ദർശിച്ചു. എന്നും കൂടി പറയാം. ആ രാജാവ് വടക്കൻ ദിക്കിലേക്ക് ഗത്വാ പോയിട്ട് ഹിമഭദ്രോണ്യം, ആ ഹിമാലയ സാനുവിൽ ആ രുദ്രാനുചരന്മാരായിരിക്കുന്ന ശിവഭൂതഗണങ്ങളാൽ അതുപോലെ ഗുഹ്യകന്മാരാൽ ശിവഭൂതഗണങ്ങളാൽ ആശ്രിതവും അതുപോലെ ഗുഹ്യകന്മാരാൽ നിറഞ്ഞിരിക്കുന്നതും ആയിരിക്കുന്ന അളകാപുരിയെ ദദർശ, കണ്ടു എന്നുള്ള പറയണം. അപ്പോൾ ഇന്നത്തെ പദങ്ങൾ ധ്രുവരാജാവ്, ഉദീചീം ദിശം, വടക്കൻ ദിശയിലേക്ക് ഗത്വ പോയിട്ട്, ഹിമവദ്രോണ്യാം, ഹിമാലയ സാനുവിൽ, രുദ്രാനുചര സേവിതാം, ആ ശിവഭൂതഗണങ്ങളാൽ ആശ്രിതവും, ഗുഹ്യക സംകുലാം, ഗുഹ്യകന്മാർ നിറഞ്ഞിരിക്കുന്നതും ആയിരിക്കുന്ന പുരീം, ആ അളകാപുരിയെ ദർശിച്ചു. എന്നുകൂടി പറയാൻ. രാജാവ് ഉദീചീം ദിശം, വടക്കൻ ദിശയിലേക്ക് ഗത്വ പോയിട്ട്, ഹിമവദ്രോണ്യാം, ഹിമാലയ സാനുവിൽ, രുദ്രാനുചര സേവിതാം, ശിവഭൂതഗണങ്ങളാൽ ആശ്രിതവും, ഗുഹ്യക സംകുലാം, ഗുഹ്യകന്മാർ നിറഞ്ഞിരിക്കുന്നതുമായിരിക്കുന്ന പുരീം, അളകാപുരിയെ ദർശിച്ചു. ഇതിലത്തെ അന്വയം വന്നിട്ട് രാജാ ഉദീചീം ദിശം ഗത്വ ഹിമവദ്രോണ്യാം രുദ്രാനുചരൗ സേവിതാം ആശ്രിതാം ഗുഹ്യകസംകുലാം പുരീം ദദർശ. കൂടി പറയാം. രാജാ ഉദീചീം ദിശം ഗത്വ ഹിമവദ്രോണ്യാം രുദ്രാനുചരസേവിതാം ഗുഹ്യകസംകുലം പുരീം അളകാം ദദർശ. അതായത് ആ രാജാവ് ആ വടക്കൻ ദിക്കിലേക്ക് പോയിട്ട് ആ ഹിമാലയ സാനുവിലെ ആ ശിവഭൂതഗണങ്ങളാൽ ആശ്രിതവും ഗുഹ്യകന്മാർ നിറഞ്ഞിരിക്കുന്നതും ആയിരിക്കുന്ന ആ അളകാപുരിയെ ദർശിച്ചു. അപ്പോൾ ധ്രുവ മഹാരാജാവ് യക്ഷസങ്കേതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വടക്കോട്ടേക്ക് യാത്രയായി. ആ ശ്രീരുദ്രൻ്റെ അനുചരന്മാരായിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളുടെ സങ്കേതം ആയിരിക്കുന്ന ആ ഹിമവൽ താഴ്വരയിൽ എത്തിയപ്പോൾ അവിടെ ഗുഹ്യകന്മാർ, യക്ഷന്മാർ എന്നർത്ഥം, ഗുഹ്യകന്മാർ സംഘമായിട്ട് അധിവസിക്കുന്ന ആ കേന്ദ്രം കണ്ടെത്തി. അങ്ങനെ ഗുഹ്യകന്മാർ ഗോലോകകൃഷ്ണൻ്റെ ഗുഹ്യപ്രദേശത്ത് നിന്നും ഉണ്ടായവരാണെന്ന് ആ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. ആവിർഭൂത യതോ ഗുഹ്യാത്തേന തേ ഗുഹ്യകാഹ സ്മൃതാഹ യഹ പുമാൻ സ കുബേരശ്ച ധനേശേ ഗുഹ്യകേശ്വര. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഗുഹ്യകന്മാർ ദിവ്യത്വമുള്ള മനുഷ്യന്മാർ തന്നെ എന്ന് അവരുടെ നാഥൻ കുബേരനാണെന്നും ആ ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. ഗുഹ്യക നരഭാവസ്ഥ ദിവ്യമൂല്യപ്രകാരിണ തേഷാം സ്വാമി സ വൈ ചാസി കുബേരോ ഭഗവാൻ സ്വയം. ഇത് ഭവിഷ്യത് പുരാണത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം ആ രാജാവ് വടക്കുദിക്കിലേക്ക് പോയിട്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെട്ടതും ഗുഹ്യകന്മാരാൽ വ്യാപ്തവും ആയിരിക്കുന്ന അളക എന്ന പുരിയെ കണ്ടു. രാജാവായിരിക്കുന്ന ധ്രുവൻ രുദ്രൻ്റെ അനുചരന്മാരായിരിക്കുന്ന ആ ഭൂത പ്രേത പിശാചുക്കളുടെ വാസസ്ഥാനം ആയിരിക്കുന്ന വടക്കുദിക്കിലേക്ക് പ്രവേശിച്ച് ഹിമവാൻ്റെ താഴ്വരയിൽ യക്ഷന്മാർ തിങ്ങി വസിക്കുന്ന യക്ഷപുരിയെ കണ്ടു. ഇത് തന്നെയാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്, ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വ ക്രോധയുക്തോ, എന്താ ചെയ്ത് രഥമാസ്ഥായോ, രഥത്തിൽ കയറിയിട്ട് ഉത്തരദിക്കിലേക്ക് പോയിട്ട് യക്ഷഭൂതാദി വ്യാപ്താം അളകാം, ശിവഭൂതങ്ങളായിരിക്കുന്ന യക്ഷന്മാരെ ഭൂതങ്ങളെ ഇവരൊക്കെ തിങ്ങിപ്പാർക്കണ അളകാപുരിയെ ദർശിച്ചു എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം മുമ്പത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 6ാമത്തെ ശ്ലോകം. ദധ്മൗ ശംഖം ബൃഹദ്ബാഹു ഖം ദിശശ്ചാനുനാദയൻ യേനോദ്വിഗ്നദൃശ ക്ഷത്ത് ഉപദേവ്യോത്ര സൻഭൃശം. ദധ്മൗ ശംഖം ബൃഹദ്ബാഹു ഖം ദിശശ്ചാനുനാദയൻ
യേനോദ്വിഗ്നദൃശ ക്ഷത്തരുപദേവ്യോത്ര സൻഭൃശം. അതെയോ വിതുര ക്ഷത്ത എന്ന് പറഞ്ഞാൽ വിതുര. ആകാശത്തെയും അതുപോലെ ദിക്കുകളെയും ആ പ്രതിധ്വനിപ്പിക്കുമാറ് ബൃഹദ്ബാഹു രാജാവ് ശംഖം ദധ്മൗ ശംഖ് വിളിച്ചു. എന്തുകൊണ്ട്? ആ യക്ഷസ്ത്രീകൾ അതുകൊണ്ട് ആ യക്ഷസ്ത്രീകൾ എന്നതായി പരിഭ്രാന്തി സ്ഫുരിക്കണ നേത്രങ്ങളോട് കൂടിയിട്ട് വല്ലാതെ ഭയന്നു. ഏനോദ്വിഗ്നദൃശ ക്ഷത്ത, അവർ ഭയന്നു എന്നർത്ഥം. ഖം ദിശശ്ചാനുനാദയൻ ഏനോദ്വിഗ്നദൃശ ക്ഷത്താർ ഉപദേവ്യോ, ആ സ്ത്രീകളെ ത്രസൻ, അവർ പരിഭ്രമിച്ചു എന്നർത്ഥം. ഉദ്വിഗ്ന അവരുടെ നേത്രങ്ങളൊക്കെ ഭയന്നു എന്നർത്ഥം. ഇപ്പോൾ ഇതിലത്തെ പദങ്ങൾ നമുക്ക് നോക്കാം. ഹേ ക്ഷത്തഃ അല്ലയോ വിതുര, ഖം ആകാശത്തെയും, ദിശഃ ച ദിക്കുകളെയും, അനുനാദയൻ പ്രതിധ്വനിപ്പിക്കുമാറ്, ബൃഹദ്ബാഹു സഹ മഹാഭുജനായിരിക്കണ ആ ധ്രുവ മഹാരാജാവ്, ശംഖം ദധ്മൗ ശംഖു വിളിച്ചു. യേന അതുകൊണ്ട് ആ ഉപദേവ്യ യക്ഷസ്ത്രീകളെ, ഉദ്വിഗ്നദൃശ പരിഭ്രാന്തി കലർന്ന ആ കണ്ണുകളോട് കൂടിയിട്ട്, സ്ഫുരിക്കുന്ന നേത്രങ്ങളോട് കൂടിയിട്ട്, ഭൃശം വല്ലാതെ, അത്രസൻ ഭയന്നു അർത്ഥം. എന്നുകൂടി പറയാത്ത പദങ്ങൾ. ഹേ ക്ഷത്തഃ അല്ലയോ വിതുര, ഖം ആകാശത്തെയും, ദിശഃ ച ദിക്കുകളെയും, അനുനാദയൻ പ്രതിധ്വനിപ്പിക്കുമാറ്, ബൃഹദ്ബാഹു സഹ ആ മഹാഭുജനായിരിക്കുന്ന അദ്ദേഹം, ശംഖം ദധ്മൗ ശംഖു വിളിച്ച്, യേന അതുകൊണ്ട്, ഏതുകൊണ്ട് എന്നർത്ഥം, ആ ഉപദേവ്യോ ആ യക്ഷസ്ത്രീകളെ, ഉദ്വിഗ്നദൃശ പരിഭ്രാന്തി കലർന്ന നേത്രങ്ങളോട് കൂടിയിട്ട്, ഭൃശം വല്ലാതെ, അത്രസൻ ഭയന്നു. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ ക്ഷത്തഃ ഖം ദിശഃ ച അനുനാദയൻ ബൃഹദ്ബാഹു സഹ അശംഖം ദധ്മൗ യേന ഉപദേവ്യഃ ഉദ്വിഗ്നദൃശഃ ഭൃശം അത്രസൻ. ഒന്നും കൂടി പറയാം. ഹേ ക്ഷത്തഃ ഖം ദിശഃ ച അനുനാദയൻ ബൃഹദ്ബാഹു സഹ ശംഖം ദധ്മൗ യേന ഉപദേവ്യഃ ഉദ്വിഗ്നദൃശഃ ഭൃശം അത്രസൻ. അപ്പോൾ അതിലത്തെ അർത്ഥം വന്നിട്ട് ഹേ വിതുര അല്ലയോ ഹേ വിതുര, ആകാശത്തെയും ദിക്കുകളെയും ഒക്കെ പ്രതിധ്വനിപ്പിക്കുമാറ് ആ മഹാരാജാവ് ശംഖ് വിളിച്ചു. അതുകൊണ്ട് ആ യക്ഷസ്ത്രീകൾ പരിഭ്രാന്തി സ്ഫുരിക്കുന്ന നേത്രങ്ങളോടെ വല്ലാതെ ഭയന്നു എന്നർത്ഥം. അല്ലയോ വിതുര, ആജാനുബാഹുവായിരിക്കുന്ന ആ ധ്രുവചക്രവർത്തി യക്ഷന്മാരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നവനായിട്ട് തൻ്റെ ശംഖം ഉറക്ക ഊതി. അതിൻ്റെ ശബ്ദം ആകാശത്തിൽ നിന്നും 8 ദിക്കുകളിലേക്കും പ്രതിധ്വനിച്ചു. അത് കേട്ട് പരിഭ്രമിച്ചുള്ള കണ്ണുകളോട് കൂടിയ ആ യക്ഷസ്ത്രീകൾ വല്ലാതെ ഭയന്നു. ആ ബൃഹദ്ബാഹുവായിരിക്കുന്ന ധ്രുവൻ ആകാശത്തെയും ദിക്കുകളെയും പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ശംഖനാദം മുഴക്കി. വിതുര, ആ ശംഖനാദത്താൽ ആ യക്ഷസ്ത്രീകൾ ചഞ്ചല നേത്രങ്ങളായിട്ട് ഞെട്ടി വിറച്ചു. ആ ധ്രുവൻ്റെ ശംഖനാദ ശ്രവണത്താൽ അക്ഷമന്മാരും മഹാവീരന്മാരും ആയ ആ കുബേരഭടന്മാർ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീരന്മാരെ ആ യുദ്ധത്തിന് വിളിക്കുന്ന വിധത്തിൽ ആ മഹാവീരനായിരിക്കുന്ന ധ്രുവൻ ശംഖത്തെ മുഴക്കി എന്നർത്ഥം. ആകാശവും ദിക്കുകളും ആ പ്രതിധ്വനിയെ പുറപ്പെടുവിച്ചു. ആ ഉച്ചശബ്ദ ശ്രവണത്താൽ യക്ഷസ്ത്രീകൾ ചഞ്ചല നേത്രകളായിട്ട് ഏറ്റവും ഭയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. സ്വം ദിശശ്ച
സുമത. ഖം ദിശശ്ച ആകാശം ദിക്കുകളും നാദയൻ പ്രതിധ്വനിക്കുമാർ നാദയൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശംഖം ദത്മൗ ആ ധ്രുവൻ ശംഖത്തെ വിളിച്ചു. തത് ശബ്ദേന ആ ശബ്ദം കൊണ്ട് യക്ഷസ്ത്രീയോ അത്രസൻ ആ യക്ഷസ്ത്രീകളെ ഭയന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഖം ദിശശ്ച നാദയൻ ശംഖം ദത്മൗ തത് ശബ്ദേന യശസ്ത്രീയോത്രസൻ യക്ഷസ്ത്രീയോത്രസൻ അർത്ഥം. ഒന്നുകൂടി പറയാം. ഖം ദിശശ്ച ആകാശം ദിക്കുകളെ ഇവയെ നാദയൻ അവയിൽ ധ്വനിക്കുമാറ് ശംഖം ദത്മൗ ശംഖത്തെ വിളിച്ചു മഹാരാജാവ്. തത് ശബ്ദേന ആ ശബ്ദം കൊണ്ട് യക്ഷസ്ത്രീയോത്രസൻ യക്ഷസ്ത്രീകളാകട്ടെ ത്രസിച്ചു, അവർക്ക് ഭയം ഉണ്ടായി എന്നർത്ഥം. ഇതാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം തതോ നിഷ്ക്രമ്യ ബലിന ഉപദേവ മഹാഭടാഃ അസഹന്തസ്തന്നിനാദം അഭിപേതുരുദായുധാഃ. തതോ നിഷ്ക്രമ്യ ബലിന ഉപദേവ മഹാഭടാഃ അസഹന്തസ്തന്നിനാദം ഉദായുധാഃ. അപ്പോഴാകട്ടെ ആ ശംഖനാദം സഹിക്കവയ്യാതെ ആ ബലവാന്മാരായിരിക്കുന്ന ആ ഉപദേവ സൈനികരെ എല്ലാവരും ആയുധധാരികളായിട്ട് പുറത്ത് വന്നിട്ട് ആ ധ്രുവനെ നേരിട്ടു എന്നർത്ഥം. തതോ നിഷ്ക്രമ്യ അവിടുന്ന് പുറത്തേക്ക് വന്നു. ബലികളായിരിക്കുന്ന ശക്തിശാലികളായിരിക്കുന്ന ഉപദേവ മഹാഭടാഃ ആ യക്ഷന്മാരുടെ മഹാഭടന്മാരെ അവിടുന്ന് പുറത്ത് വന്നിട്ട് അസഹന്ത സഹിക്കവയ്യാതിട്ട് ആ ശബ്ദത്തെ തന്നിനാദ ആ ശബ്ദം ശംഖനാദത്തിൻ്റെ ശബ്ദം സഹിക്കവയ്യാതെ ബലവാന്മാരായിരിക്കുന്ന ആ ഉപദേവ സൈനികർ അവിടുന്ന് പുറത്ത് വന്നിട്ട് ആ ആയുധധാരികളായിട്ട് വന്നിട്ട് ധ്രുവനെ നേരിട്ടു എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. തതഃ അപ്പോൾ, തന്നിനാദം ആ ശംഖനാദം, അസഹന്തഃ സഹിക്ക വയ്യാതെ, ബലിനഃ ബലവാന്മാരായിരിക്കുന്ന, ഉപദേവ മഹാഭടാഃ ഉപദേവ സൈനികർ, ഉദായുധാഃ ആയുധധാരികളായിട്ട്, നിഷ്ക്രമ്യ പുറത്തു വന്നിട്ട്, അഭിപേതുഹു നേരിട്ടു. എന്നുകൂടി പറയാം. തതഃ അപ്പോൾ, തന്നിനാദം ആ ശംഖനാദം, അസഹന്തഃ സഹിക്കാതെ, ബലിനഃ ബലവാന്മാരായ, ഉപദേവ മഹാഭടാഃ ഉപദേവ സൈനികർ, ഉദായുധാഃ ആയുധധാരികളായിട്ട്, നിഷ്ക്രമ്യ പുറത്ത് വന്ന്, അഭിപേതുഹു നേരിട്ടു. അപ്പോൾ ആ ശംഖനാദം അതിൻ്റെ ശബ്ദം സഹിക്കവയ്യാതെ ആ ബലവാന്മാരായിരിക്കുന്ന യക്ഷന്മാരുടെ ഉപദേവ സൈനികരെ അവർ ആയുധധാരികളായിട്ട് പുറത്ത് വന്നിട്ട് ആ ധ്രുവനെ നേരിട്ടു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദം ആകാശത്തിൽ നിന്നും 8 ദിക്കുകളിൽ പ്രതിധ്വനിച്ചു. അത് കേട്ട് പരിഭ്രമിച്ച കണ്ണുകളോടുകൂടിയ യക്ഷസ്ത്രീകൾ വല്ലാതെ ഭയന്നു. ഈ ശംഖനാദം കേട്ട് അത് വയ്യാത്തവരായിട്ട് അമർഷത്തോടു കൂടിയിട്ട് ആയുധങ്ങളും ഏന്തി കൊണ്ട് ആ യക്ഷസൈന്യം ധ്രുവനെ നേരിട്ടു. അപ്പോൾ ബലവാന്മാരായിരിക്കുന്ന ആ ഗുഹ്യക സൈന്യങ്ങൾ ആ ശബ്ദം കേട്ട് സഹിക്കാതെ ആ പുരത്തിൽ നിന്നും പുറത്തു വന്നിട്ട് ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ധ്രുവനെ നേരിട്ടു. ധ്രുവൻ്റെ ശംഖനാദ ശ്രവണത്താൽ അക്ഷമന്മാരും മഹാവീരന്മാരുമായിരിക്കുന്ന ആ കുബേരഭടന്മാർ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പട്ടണങ്ങളിൽ നിന്നും പുറത്തു വന്ന് ചാടി യുദ്ധത്തിന് സന്മുഖരായിട്ട് വന്നു ചേർന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. തതോ യക്ഷാസ്തം നിനാദം ആ യക്ഷന്മാർ ഈ ശബ്ദം കേട്ടിട്ട്, നിനാദം ശ്രുത്വോദായുധ കേട്ടിട്ട് ആയുധങ്ങൾ ധരിച്ചിട്ട്, അഭിപേതുഹു
ധ്രുവനെ നേരിട്ടു എന്നർത്ഥം. തതോ യക്ഷാസ്തം നിനാദം ശ്രുത്വോദായുധ അഭിപേതു എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ശബ്ദം കേട്ടിട്ട് തതോ അത് കേട്ടിട്ട് യക്ഷാസ്തം ആ യക്ഷന്മാർ നിനാദം ശ്രുത്വോദായുധ അപ്പോൾ ആ യക്ഷന്മാർ ആ ശബ്ദം കേട്ടിട്ട് ആയുധങ്ങളും എടുത്തിട്ട് അഭിപേതുഹു ആ ധ്രുവ മഹാരാജാവിനെ നേരിട്ടു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകം. സ താനാപതതോ വീര ഉഗ്രധന്വാ മഹാരഥഃ ഏകൈകം യുഗപത് സർവാനഹൻ ബാണൈസ്ത്രിഭിസ്ത്രിഭിഃ. സ താൻ ആപതതോ വീര ഉഗ്രധന്വാ മഹാരഥഃ ഏകൈകം യുഗപത് സർവാനഹൻ ബാണൈസ്ത്രിഭിഃ. അപ്പോൾ വീരനും ഉഗ്രം ആയിട്ടുള്ള ധനുസോട് കൂടിയവനും വീരഹ ഉഗ്രധന്വാ മഹാരഥനും ആയിരിക്കണ ധ്രുവൻ തൻ്റെ നേർക്ക് വരണ അവരെ സർവാൻ എല്ലാവരെയും ഒറ്റയടിക്ക് യുഗപത് ഏകൈകം ഒറ്റയ്ക്ക് ഓരോരുത്തർക്ക് ത്രിഭിത്രിഭിഹി 3 വീതം ശരങ്ങളാൽ ത്രിഭിത്രിഭി ബാണൈഹി അഹൻ ബാണശരങ്ങളെ അവരുടെ നേരെ എയ്തു എന്നർത്ഥം. താനാപതതോ വീര ആ ധ്രുവൻ തന്നെ നേരിടുന്ന ആ വീരന്മാരും അതുപോലെ വീര ഉഗ്രധന്വ ഉഗ്രമായി അല്ല തൻ്റെ നേർക്ക് വരണ താൻ ആപതതോ തൻ്റെ നേർക്ക് വരണ സൈനികരെ വീരനും വീര ഉഗ്രധന്വ ഉഗ്രമായിരിക്കുന്ന ധനുസ് പിടിച്ചവനും മഹാരഥനായിരിക്കുന്ന രാജാവസഹ ഏകൈകം ഒറ്റയ്ക്ക് യുഗപത് അവരെ ഒറ്റയടിക്ക് എല്ലാവരെയും സർവാനഹൻ എല്ലാവരെയും ഒറ്റയടിക്ക് എയ്തു അഹൻ എങ്ങനെ ബാണൈസ്ത്രിഭിസ്ത്രിഭി 3 ബാണങ്ങളാൽ ത്രിഭിത്രിഭി 3 വീതം ബാണങ്ങളാൽ ശരങ്ങളാൽ അവരെ എയ്തു എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ പദങ്ങളെ വീരഹ വീരനും ഉഗ്രധന്വ ഉഗ്രമായ ധനുസ്സോടു കൂടിയവനും മഹാരഥ മഹാരഥനുമായിരിക്കുന്ന സഹ അദ്ദേഹം ആപതത നേർക്ക് വരുന്ന താൻ അവരെ സർവാൻ എല്ലാവരെയും യുഗപത് ഒറ്റയടിക്ക് ഏകൈകം ഓരോരുത്തർക്ക് ത്രിഭിത്രിഭി 3 വീതം ബാണൈഹി ശരങ്ങളാൽ അഹൻ എയ്തു. ഒന്നും കൂടി പറയാം. വീരഹ വീരനും ഉഗ്രധന്വ ഉഗ്രമായ ധനുസ്സോടു കൂടിയവനും മഹാരഥ മഹാരഥനും ആയിരിക്കുന്ന സഹ അദ്ദേഹം ആപതത നേർക്ക് വരുന്ന താൻ അവരെ സർവാൻ എല്ലാവരെയും യുഗപത് ഒറ്റയടിക്ക് ഏകൈകം ഓരോരുത്തർക്ക് ത്രിഭിത്രിഭി 3 വീതം ബാണൈഹി ശരങ്ങളാൽ അഹൻ എയ്തു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് വീരഹ ഉഗ്രധന്വ മഹാരഥ സഹ ആപതത താൻ സർവാൻ യുഗപത് ഏകൈകം ത്രിഭിത്രിഭി ബാണൈഹി അഹൻ. എന്നുകൂടി പറയാം. വീരഹ ഉഗ്രധന്വ മഹാരഥ സഹ ആപതത താൻ സർവാൻ യുഗപത് ഏകൈകം ത്രിഭിത്രിഭി ബാണൈഹി അഹൻ. വീരനും ഉഗ്രമായ ധനുസ്സോടു കൂടിയവനും മഹാരഥനുമായിരിക്കുന്ന അദ്ദേഹം നേർക്കു വരുന്ന അവരെ എല്ലാവരെയും ഒറ്റയടിക്ക് ഓരോരുത്തർക്ക് 3 വീതം ശരങ്ങളാൽ എയ്തു. അപ്പോൾ യുദ്ധവീരനും അത്യുഗ്രമായിരിക്കുന്ന വില്ല് ധരിച്ചവനും മഹാരഥനുമായിരിക്കുന്ന ധ്രുവൻ തൻ്റെ നേർക്ക് വരുന്ന ഓരോരുത്തരെയും 3 അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. ധ്രുവൻ്റെ അസ്ത്രങ്ങളെ ശത്രുക്കളുടെ നേരെ വീണു എന്നർത്ഥം, പതിച്ചു എന്നർത്ഥം.
അപ്പോൾ ഇവിടെ വന്നിട്ട് ബലവാന്മാരായിരിക്കുന്ന ഉഗ്രധന്വാവും ഉഗ്രമായിരിക്കുന്ന ധനുസ് പിടിച്ച മഹാരഥനുമായിരിക്കുന്ന ആ രാജാവ് ധ്രുവൻ ഓരോരുത്തരെയും 3 അസ്ത്രങ്ങൾ കൊണ്ട് എന്ന തോതിൽ നേരിട്ട് വരുന്ന അവരെയെല്ലാം തന്നെ ഒന്നിച്ച് കൊന്നു എന്നുള്ളതാണ് പറയുന്നത്. ശത്രുക്കൾക്ക് സഹിപ്പാൻ കഴിയാത്ത ആയുധവും മഹത്തായ വാഹനവും ഉള്ള വീരനായിരിക്കുന്ന ധ്രുവൻ തൻ്റെ നേർക്കു വന്ന ആ യക്ഷന്മാരെ എല്ലാവരെയും ഓരോരുത്തനെ 3 ബാണങ്ങൾ കൊണ്ട് ഒരേ സമയത്തിൽ മുറിപ്പെടുത്തി. അങ്ങനെ മുറിപ്പെടുത്തി എന്നുള്ള അസ്ത്രം അയച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമ്മൾക്ക്. ധ്രുവൻ ആപതതസ്താൻ തൻ്റെ നേരിട്ട് വരുന്ന ആ സൈന്യങ്ങളെ 13 ആയുധാനി 13,000 യക്ഷാനേകൈകം ആ യക്ഷന്മാരെ ഏകൈകം ഒറ്റയ്ക്ക് ത്രിഭി 3 ബാണങ്ങളെ ബാണീർ യുഗപല്ലവലാടേ യക്ഷന്മാരുടെ നെറ്റിത്തടത്തിലേക്കാണ് ജഘാന അസ്ത്രം അയച്ചു എന്നാണ് പറയണത്. അപ്പം ധ്രുവ ആപതതസ്താൻ 13 ആയുധാനി യക്ഷാനേകൈകം ത്രിഭി ബാണൈർ യുഗപല്ലലാടേ ജഘാന. ധ്രുവൻ ആപതതസ്താൻ തൻ്റെ നേരിട്ട് വരുന്ന ആ സൈനികരെ 13 ആയുധാനി 13,000 1,30,000 13,000 അല്ല 13 ആയുധാനി 1,30,000 യക്ഷാൻ ഏകൈകം യക്ഷന്മാരെ ഏകനായിട്ട് ഏകൈകം ത്രിഭിർബാണേർ 3 ബാണങ്ങളാൽ യുഗപൽ ലലാടേ ഒറ്റയ്ക്ക് ആ ലലാടത്തിൽ ആ മസ്തകത്തിൽ അങ്ങനെ ബാണങ്ങളെ കൊണ്ട് അസ്ത്രം എയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ 8 ശ്ലോകങ്ങൾ ആയി. അപ്പോൾ ഇത്രയും ശ്ലോകങ്ങൾ നോക്കാം. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.